Hi friends, welcome to Simis Nadan kitchen. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാപ്പിച്ചിനോ ആണ്. അപ്പോൾ ഇപ്പോൾ കാപ്പിച്ചിനോ കുടിക്കാൻ വേണ്ടി നമുക്ക് റെസ്റ്റോറന്റിലൊന്നും പോകുന്നു വേണ്ട. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. കാപ്പിച്ചിനോ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെസ്കഫി വേണം, പഞ്ചസാര, കുറച്ച് ചൂടുവെള്ളം, പിന്നെ വേണ്ടത് പാല്. ആദ്യമേ ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെസ്കഫിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണേന്. അപ്പോൾ ഞാനിപ്പോൾ 2 ടീസ്പൂൺ നെസ്കോഫിയും 3 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചെടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉള്ളതുകൊണ്ട് അതതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ആകാൻ വേണ്ടി വെള്ളം മൊത്തത്തിലങ്ങ് ഒഴിച്ചിട്ട് ഇളക്കരുത്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കുഴിയുള്ള പാത്രത്തിലായിരിക്കണം ചെയ്യേണ്ടത്. വലിയ കപ്പ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ വെള്ളമൊന്നും ഇതിലേക്ക് നല്ലതായിട്ടൊന്ന് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം. ഇങ്ങനെ 1/4 ടീസ്പൂൺ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഇളക്കി നല്ലൊരു ഫ്ലഫി പോലെ ആകും. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇന്നത്തെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നമുക്ക് എത്രത്തോളം ഇങ്ങനെ അടിച്ചെടുക്കാവോ അത്രയും നേരമായിട്ട് അടിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് വരെയെങ്കിലും ഇതിങ്ങനെ മിക്സ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അത് മാത്രമേ നമുക്ക് ആ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു കാപ്പിച്ചിനോടെ ഒരു ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിതിങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഇതിൻ്റെ കളറൊക്കെ ഒരു നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. ഇപ്പം ഇപ്പം ഞാനൊരു ചൂട് പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് ഇത് ചേർക്കാം. ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് ഫുള്ളിൻ്റെ അകത്തേക്ക് തന്നെ ചേർക്കണേന്. ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കരുത്.
ഇപ്പോൾ ഞാനത് ആ പാലിലേക്ക് എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കോഫി ആയിട്ടുണ്ട്. നല്ല ക്രീമി പരുവാണിപ്പോൾ ഇത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ കുറച്ച് നെസ്കഫി കയ്യിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊടിച്ചിരുന്നേന്. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ നേരത്തെ ഇതുപോലെ ഇങ്ങനെ ഗാർണിഷ് ചെയ്തിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൻ്റെ അകത്ത് ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ട് പേപ്പർ അതിൻ്റെ പൊക്കത്തേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പൊടി ഇങ്ങനെ വെതറി കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ആ ഷേപ്പൊക്കെ വരും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കാപ്പിച്ചിനോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.